മോനെ, നീ ആ വെള്ള അടപ്പുള്ള കുപ്പിയിലെ വെള്ളം എടുത്ത് കുടിക്കും. ബാക്കിയുള്ളവർക്ക് അവരവർക്ക് ഇഷ്ടമുള്ള വെള്ളത്തിലെ കുപ്പി എടുത്തോ. എന്താ ഈ കുപ്പിയുടെ അടപ്പെന്ന് പറയുന്നത് ചുമ്മാ അലങ്കാരത്തിനല്ല. ഇത് നമ്മളോട് നിശബ്ദമായിട്ട് പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ യാത്രയിലൊക്കെ പോകുമ്പോൾ കുപ്പിവെള്ളമൊക്കെ മേടിക്കുമ്പോൾ ചുമന്ന കളറുള്ള അടപ്പ്, പച്ചയുള്ളത്, നീലയുള്ളത്, വെള്ള കളറ്, എല്ലാം ചുമപ്പ്, കറുപ്പ് എല്ലാം നമ്മളിങ്ങനെ വാങ്ങിക്കും. അപ്പം നമുക്ക് ഓരോന്നിൻ്റെയും ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പം നീല അടപ്പുള്ളതെന്ന് പറഞ്ഞാൽ വെള്ളം കർശനമായ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കിയതാണ്. എന്നാൽ പച്ച അടപ്പുള്ളത് എന്തുവന്നോ, പ്രകൃതിദത്തമായ ഉറവകളിൽ നിന്ന് യഥാർത്ഥ സാധാരണ പ്രകൃതിയുടെ നിറമാണിത്. അങ്ങനെ സംഭരിച്ച വെള്ളമാണ് ഈ പച്ച അടപ്പുള്ള കുപ്പിയിൽ. ഇനി നോക്കാം, ചുമന്ന അടപ്പാണെങ്കിൽ ഉയർന്ന pH മൂല്യം, ആൽക്കലൈൻ കൂടിയത്, അതാണ് ഈ ചുമന്ന അടപ്പുള്ളത്. അപ്പോൾ ആരോഗ്യപരമായ ഗുണങ്ങളുള്ളതാണ്. അതുപോലെ തന്നെ കറുത്ത അടപ്പുള്ളതിനകത്തും ഫ്ലേവർ ചെയ്ത ജലമാണ്, ഉയർന്ന pH വാല്യൂ ഉള്ളതാണ്. സുതാര്യമായ അടപ്പുള്ളതും ഉണ്ട്, അത് വളരെ കുറവാണ്, എന്നാലും ഉണ്ട്. ഈ കുപ്പിയുടെ അതേ കളറിൽ ഗ്ലാസ് പോലത്തത്. അതെന്ന് പറഞ്ഞാൽ വെള്ളം സംസ്കരിക്കാത്ത വെള്ളം, സ്വാഭാവിക അവസ്ഥയിലുള്ള ശുദ്ധജലമെന്നാണ് സുതാര്യമായ അടപ്പ്. വെള്ളയടപ്പ് പ്യൂരിഫൈഡ് പ്രോസസ്ഡ് വാട്ടറാണ്. അപ്പം അറിവിൻ്റെ ഒരു തുള്ളിയാണ്. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ രാമേശ്വരത്തൊക്കെ പോകുമ്പം പല വെള്ളത്തിലാണ് അവിടുന്ന് വെള്ളം കോരി ദേഹത്തൊഴിക്കുന്നത്. ഓരോ കിണറിലെ ജലത്തിനകത്തും മിനറൽസ് ആൻഡ് മെറ്റൽസ് വ്യത്യസ്ത രീതിയിലുള്ളതാണ്. നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് ആഗിരണം ചെയ്തെടുക്കും, തൊലിയിൽ കൂടി അകത്തെടുക്കും, മൂക്കിലും കണ്ണിലും ഒക്കെ വീഴും. അപ്പം നമുക്ക് അത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആ